സ്മൃതി, അഞ്ചാമത്തെ അറസ്റ്റാണ്. ഏറ്റവും സ്വാധീനമുള്ളയാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ അല്ലേ, ബൈജു, KS ബൈജു, ഇപ്പോൾ N വാസുവും. 2 തവണ കമ്മീഷണറായ തിരുവിതാംകൂറിലെ ആദ്യത്തെ ആളാണ്, ദേവസ്വം ബോർഡിലെ ആദ്യത്തെ ആളാണ്. കമ്മീഷണറായതിനു ശേഷം ബോർഡ് പ്രസിഡന്റായ ആദ്യത്തെ ആളുമാണ്. വലിയ സ്വാധീനശേഷിയുള്ള ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്വാധീനം എന്ന് പറയുന്നത് പാർട്ടിയിലെ സ്വാധീനമാണ്. ആ പാർട്ടിയിലെ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വാസുവിൽ ഒതുങ്ങുമോ എന്നതാണ് ചോദ്യം. വാസുവിൽ ഒതുങ്ങില്ല എന്നുള്ളതാണ്. ഈ N വാസു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പാർട്ടിക്കാരനായിട്ട് തന്നെയാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. പിന്നീട് അദ്ദേഹം PK ഗുരുദാസിന്റെ PS ആയിരുന്നു. പിന്നീട് അദ്ദേഹം കമ്മീഷണറായി വരുന്നു, ദേവസ്വം ബോർഡിൽ കമ്മീഷണർ. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, വഞ്ചൂർ കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹം കമ്മീഷണറാകുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണ്. ആ സമയത്താണ് യുവതീ പ്രവേശ വിധി വരുന്നതും അത് നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം വരുന്നതും. അതിൽ പത്മകുമാറിന് അതിൽ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ആ എതിരഭിപ്രായം പലപ്പോഴും അദ്ദേഹം പുറത്തേക്ക് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ പിണറായി വിജയൻ ഏറ്റവും അടുത്ത പത്മകുമാറും പിണറായി വിജയനും തമ്മിൽ അകലുന്നു എന്ന രൂപത്തിൽ തന്നെ അന്ന് വാർത്തകൾ വന്നിരുന്നതാണ്. അന്ന് കമ്മീഷണറായിരുന്ന N വാസുവാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാം സർക്കാരിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് N വാസുവാണ്. N വാസുവിലൂടെയാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ടാണ് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു കമ്മീഷണറായിരുന്നയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം. ഇനി ഈ പറയുന്ന അദ്ദേഹം ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ ഞാൻ പ്രസിഡന്റോ ഞാൻ കമ്മീഷണറോ ആയിരുന്ന കാലത്തല്ല ഈ സംഭവം നടന്നത് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നീട് അത് തെളിയുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അത് വിശദീകരിക്കേണ്ടി വന്നു, തനിക്കത് കൃത്യമായിട്ട് അറിയില്ല എന്ന്. ഇപ്പോൾ സാങ്കേതികമായ കാര്യങ്ങൾ അറിയാത്തൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ ഒരുപക്ഷെ, അല്ലെങ്കിൽ കമ്മീഷണർ ആണെങ്കിൽ ഒരുപക്ഷെ ഒപ്പിട്ട് കൊടുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ലല്ലോ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് കമ്മീഷണറായി 2 തവണ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ കൃത്യമായ സാങ്കേതിക കാര്യങ്ങൾ അറിയാം. രേഖകൾ എങ്ങനെ ഒപ്പിടണം, കടലാസ് വന്നാൽ എങ്ങനെ നോക്കണം എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വാസു ഇത് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളിൽ ഈ സുധീഷ് കുമാർ ഉണ്ടല്ലോ, സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷിനെ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി N വാസു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ PA ആക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കി. ആ സംവിധാനം ആ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുടെ ഒരു സംവിധാനമായി ഒരുമിച്ച് വരുന്നു. ആ ഒരുമിച്ച് വന്നവർ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടാണ്, N വാസു പറഞ്ഞിട്ടാണെന്ന മൊഴി കൊടുത്തിരിക്കുന്നത്. സുധീഷ് കൊടുത്തിരിക്കുന്ന മൊഴി, മുരാരി ബാബു കൊടുത്തിരിക്കുന്ന മൊഴി, പിന്നെ ബൈജുവും കൊടുത്തിരിക്കുന്ന മൊഴി. അപ്പോൾ 3 പേരുടെയും മൊഴി N വാസുവിന് എതിരാണ് എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ആ ഇമെയിലിൻ്റെ കാര്യത്തിലും. ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ സ്വർണം എടുത്ത് ഉരുക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത ശേഷം ബാക്കി സ്വർണം ഉണ്ട്, അത് അവിടെ ഞാനൊരു വിവാഹം നടത്തി കൊടുത്തുകൊട്ടെ എന്ന് ചോദിക്കുന്ന പോറ്റിക്ക് ആ കത്ത് വേഗം എടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്, അതിന്മേൽ മറുപടി പറയാതെ. അപ്പോൾ എന്താണ് അതിലുള്ള ഉത്തരവാദിത്വം എന്നുള്ളത്? അപ്പോൾ അത് അറിയാത്ത ആളല്ലല്ലോ. അപ്പോൾ വാസുവിന് കൃത്യമായ താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഇത് നമ്മുടെ കണ്ടെത്തലല്ല, SITയുടെ കണ്ടെത്തൽ. SIT അത് ദീർഘമായി ആളുകളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം എത്തിയിരിക്കുന്ന കൺക്ലൂഷനാണ്. അപ്പോൾ N വാസുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ അറസ്റ്റ് നേരത്തെയും പ്രതീക്ഷിച്ചതാണ്. അത് വൈകുമ്പോൾ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യം ഉയർന്നതാണ്. അപ്പോൾ ആ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് 2 ദിവസം ഈ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ 2 ദിവസം വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ അറസ്റ്റ് ഇപ്പോൾ നമുക്കറിയാം, കോടതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തെ കണ്ടിരുന്നതാണ്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെ വിമർശനങ്ങൾ ആർക്കൊക്കെ എതിരെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അതിൽ നിലവിൽ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ വരെയുണ്ട്. ഇനി പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമല്ലോ. കേസിൽ 8ാം പ്രതിയാണല്ലോ, ഉറപ്പായിട്ടും ആ ചോദ്യം ചെയ്യലുണ്ടാകും. അദ്ദേഹത്തിനും ആ കാലത്തെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. പല കാര്യങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ നന്നാക്കാനൊക്കെ കൊടുത്തിരുന്ന കുടുംബത്തിൽ തന്നെയാണെന്നുള്ള, മകന് കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നാണല്ലോ. അതൊക്കെ ചട്ടവിരുദ്ധമായിട്ടാണ്. പക്ഷെ അതൊന്നും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടല്ല. പക്ഷെ അതിലേക്ക് കണ്ണടച്ചിരുന്നു എന്നുള്ളതും, ഈ പറയുന്ന ഒരു നെക്സസ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിനോട് കണ്ണടച്ചിരുന്നു എന്നുള്ളതും ഒക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യലുണ്ടാകും, അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അതിലും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന തന്ത്രിയുടെ ഇടപാടുകളടക്കം അവിടെ സംശയമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് കൂടി SIT പോകുമോ എന്നുള്ള കാര്യമുണ്ട്. മന്ത്രിമാരിലേക്ക്, ഈ പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രൂപത്തിലേക്കൊക്കെ അന്വേഷണം എത്തുമോ എന്നുള്ള കാര്യം പറയാൻ ഞാൻ ആളല്ല. ആ തരത്തിൽ രാഷ്ട്രീയമായ സ്വാധീനം, അതായത് മന്ത്രിമാർ കൂടി ചേർന്ന് അവിടെ സ്വർണം കട്ടോട്ടെ, അതിനൊരു പങ്ക് നമുക്കും കൂടി കിട്ടട്ടെ എന്ന രൂപത്തിൽ പ്രവർത്തിച്ചു എന്നതിൻ്റെ തെളിവ് തൽക്കാലം നമ്മുടെ മുന്നിലില്ല. അങ്ങനെയല്ല ആ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആ സംവിധാനം പ്രവർത്തിക്കുന്ന ആവശ്യമായ സഹായം
അത് അറിയാത്ത പോലെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ ഒരുപാട്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ദേവസ്വം പോറ്റി എന്നാണ് അവിടെ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പോറ്റിക്ക് അവിടെ സ്വാധീനം ഉണ്ടാകുമ്പോൾ ആ പോറ്റിയുടെ സ്വാധീനം ദേവസ്വം മന്ത്രിയിലേക്കും അന്നത്തെ മന്ത്രിയിലേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കൊളയായിട്ട് ബന്ധമില്ലെങ്കിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്ര ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ എത്ര തവണ നമ്മൾ കണ്ടു? കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് പ്രതികരിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാലത്തുള്ള സംഭവമാണെങ്കിൽ CPM പ്രതികരിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ CPMന് വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച ഒരു പാർട്ടിയുടെ തന്നെ ഒരു ആളാണ് ഇപ്പോൾ ഈ പ്രതിയായിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ അറസ്റ്റിലായവരൊക്കെ പോയിരിക്കുന്നത് ഈ പൂജപ്പുര സ്പെഷ്യൽ ജയിലിലേക്കാണ് കേട്ടോ. ആ ജയിലിൽ അവർ താമസിക്കുന്നത്, അവർ കൂടെ മുറി പങ്കിടുന്നത് അവിടുത്തെ പോക്കറ്റടിക്കാർ കൂടെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും മോശമായ അവസ്ഥയിലേക്ക് അവർ വന്നു. അതായത് ഇത്രയും വലിയ കൊള്ള നടത്തിയ ശേഷം അവർ കഴിയുന്നത് പോക്കറ്റടിക്കാർക്കൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ N വാസുവിനെ ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും ഇതിവിടെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വളരെ വേഗം റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.